കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BA ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ 4th സെമസ്റ്റർ പേപ്പറായ ലിറ്റററി ക്രിറ്റിസിസത്തിലെ 4ാമത്തെ മൊഡ്യൂളിലെ 2ാമത്തെ ഭാഗം ലിറ്റററി മൂവ്മെൻറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്കിവിടെ പഠിക്കാനുള്ളത് ക്ലാസിസിസം, നിയോ ക്ലാസിസിസം, റൊമാൻറ്റിസിസം, ഹ്യൂമനിസം, റിയലിസം, നാച്ചുറലിസം ആൻഡ് സിംബോളിസം. ഇത്രയും മൂവ്മെൻറ്റ്സിനെ കുറിച്ച് പഠിച്ചാൽ ഈ പാഠഭാഗം പൂർണ്ണമാവും. ഒന്നാമത്തത് ക്ലാസിസിസം എന്താണെന്ന് നോക്കാം. ക്ലാസിസിസം ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത് ആൻഷ്യൻ്റ് ഗ്രീസിൽ നിന്നും റോമിൽ നിന്നുമൊക്കെയാണ്. ക്ലാസിസത്തിലെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്: എംഫസിസ് ഓൺ റീസൺ, ഓർഡർ, ഹാർമണി, ഡിക്കോറം ആൻഡ് ഡിസിപ്ലിൻ. ഇത്രയും കാര്യങ്ങളിൽ ഊന്നിക്കൊണ്ടാണ് ഈ ക്ലാസിസം മുന്നോട്ട് പോകുന്നത്. ഒന്നാമത് റീസൺ ആണ്. റീസൺ എന്ന് പറഞ്ഞാൽ അറിയാം, യുക്തിക്ക് യോജിച്ച വർക്കുകൾ മാത്രമേ ക്ലാസിസം പരിഗണിക്കുകയുള്ളൂ. അതേപോലെ ക്ലാസിസത്തിൽ കൃത്യമായ ഒരു ഓർഡർ ഉണ്ടായിരിക്കും. ഇന്ന് ഫ്രീ വേഴ്സിൻ്റെ ഒക്കെ കാലമാണ്. ഫ്രീ വേഴ്സ് കവിതകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. കൃത്യമായ ഓർഡറുകളോ നിയമങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമുക്ക് തോന്നിയ പോലെ എഴുതാൻ പറ്റുന്ന രീതിയിലായിരുന്നില്ല ക്ലാസിസം ഉണ്ടായിരുന്നത്. അപ്പോൾ ക്ലാസിസത്തിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള ഡെഫിനിഷനാണ് എ ലിറ്റററി ആൻഡ് ആർട്ടിസ്റ്റിക് മൂവ്മെൻറ്റ് ബേസ്ഡ് ഓൺ ഓർഡർ, ഹാർമണി, റാഷണാലിറ്റി, ഡ്രോയിങ് ഫ്രം ഗ്രീക്ക് ആൻഡ് റോമൻ ഐഡിയൽസ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സായിട്ട് ക്ലാരിറ്റി, ഡിക്കോറം, ബാലൻസ്, യൂണിവേഴ്സൽ ട്രൂത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതിൽ റിയൽ ലൈഫിലുള്ള കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറയാം. അലക്സാണ്ടർ പോപ്പിൻ്റെ എൻ എസ്സേ ഓൺ മാൻ എന്ന് പറയുന്ന വർക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നത് റാഷണാലിറ്റി, അതേപോലെ മോറൽ ഓർഡറിനൊക്കെ കുറിച്ചാണ്. അതൊരു ഉദാഹരണമാണ്. പിന്നെ മോഡേൺ എക്സാമ്പിളിലേക്ക് വരികയാണെങ്കിൽ ഒരുപാട് സ്പീച്ചസ് ഉണ്ടാവും, അതേപോലെ റൈറ്റിങ്ങുകൾ ഉണ്ടാവും. ലോജിക്കും അതേപോലെ ബാലൻസിങ് ഒക്കെ സ്ട്രെസ് ചെയ്തുകൊണ്ടുള്ള ഒരുപാട് റൈറ്റേഴ്സ് ഉണ്ടാവും. നല്ലൊരു ഫോർമൽ എഡിറ്റോറിയൽ അല്ലെങ്കിൽ വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു എസ്സേ ഒക്കെ അതിന് ഉദാഹരണമാണ്. ഇനി പ്രധാനപ്പെട്ട ക്ലാസിസ്റ്റുകളായിട്ടുള്ള പ്രോമിനൻറ്റ് റൈറ്റേഴ്സിനെ പരിചയപ്പെടാം. ഒന്ന് വിർജിലാണ്, സെനേക്ക ഉണ്ട്, പിന്നെ ഫ്രാൻസിലെ റൈസിനെ മൊലിയർ, അതുപോലെ ബെൻ ജോൺസൺ, പോപ്പ്, അലക്സാണ്ടർ പോപ്പ്, ഡോക്ടർ ജോൺസൺ. ഇത്രയും ആളുകളൊക്കെ പ്രോമിനൻ്റ് ആയിട്ടുള്ള റൈറ്റേഴ്സാണ്, ക്ലാസിസ്റ്റുകളാണ്. ഇത്രയും പോയിന്റുകൾ മാത്രം പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ക്ലാസിസിസത്തെ കുറിച്ച് ഒരു അടിപൊളി എസ്സേ എഴുതാം. അടുത്തത് നമ്മൾ നിയോ ക്ലാസിസിസത്തെ കുറിച്ചാണ് പറയുന്നത്. നിയോ ക്ലാസിസിസത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1600കളിലാണ്. 1660 മുതൽ 1785 വരെയാണ് ഇതിൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. ഹിസ്റ്റോറിഷ്യൻ പീരീഡ് മുതൽ ഡോക്ടർ ജോൺസന്റെ മരണം വരെയാണ് ആ ഒരു കാലഘട്ടം. ഹിസ്റ്റോറിഷ്യൻ പീരീഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടാവും. ഇത് ഇംഗ്ലണ്ടിൽ രാജവാഴ്ചയുടെ തിരിച്ചുവരവിന്റെ ഒരു കാലഘട്ടമാണ്. നിയോ ക്ലാസിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇമിറ്റേഷൻ ഓഫ് ക്ലാസിക്കൽ ഓതേഴ്സ് ആണ്. നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ക്ലാസിസിസം ഇതിന്റെ നിയമങ്ങളെ അതേപടി ഉയർത്തുന്ന ഒരു മൂവ്മെന്റിനെയാണ് നിയോ ക്ലാസിസം എന്ന് പറയുന്നത്. ഇതിന് രണ്ടിൻ്റെ കാലഘട്ടം വളരെ വ്യത്യാസമുണ്ട്. കാരണം ക്ലാസിസമൊക്കെ കഴിഞ്ഞ് ഇതിനിടയിൽ ഇമേജിനേഷനൊക്കെ പ്രാധാന്യം കൊടുത്തിട്ടുള്ള മൂവ്മെന്റ്സുകളൊക്കെ ഒരുപാട് വന്നു. എന്നിട്ടാണ് ഈ നിയോ ക്ലാസിസം തിരിച്ചു വരുന്നത്. എന്താണോ നമ്മൾ ക്ലാസിസിസത്തിൽ പഠിച്ചത് അതേ നിയമങ്ങൾ തന്നെയാണ് നിയോ ക്ലാസിസത്തിലും നമുക്ക് പകർത്താനുള്ളത്. ക്ലാരിറ്റി വേണം, ഡെക്കോറം വേണം, റീസണിങ് വേണം, അതേപോലെ ബാലൻസ് വേണം, യൂണിവേഴ്സൽ ട്രൂത്തിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കണം വർക്കുകൾ വരേണ്ടത്. ഇവയൊക്കെ നിയോ ക്ലാസിസിസത്തിന്റെ കൂടെ നിയമങ്ങളാണ്. ലിറ്ററേച്ചറിൽ നമുക്ക് അതിന് ഉദാഹരണമായിട്ട് എടുത്ത് പറയാനുള്ളത് അലക്സാണ്ടർ പോപ്പിന്റെ ദ റേപ്പ് ഓഫ് ദി ലോക്ക് എന്ന് പറയുന്ന ഒരു സെറ്റേറിക്കൽ വർക്കാണ്. അതേപോലെ നമുക്ക് ഇന്ന് കാണുന്ന അക്കാഡമിക് എസ്സേകളൊക്കെ അതിന് ഉദാഹരണമായിട്ട് എടുത്ത് പറയാവുന്നതാണ്. ഈ പ്രധാനപ്പെട്ട നിയോ ക്ലാസിസിസ്റ്റുകൾ ആരൊക്കെയാണ് നോക്കാം. ഒന്ന് ഡ്രൈഡൻ ആണ്, അലക്സാണ്ടർ പോപ്പാണ്, സ്വിഫ്റ്റ് ആണ്, ആഡിസൺ ഉണ്ട്, ജോൺസൺ ഉണ്ട്. ഇത്രയും ആളുകളെ പേര് മറക്കരുത്. ഇതിൻ്റെ ഒരു മോട്ടോ കൂടി ഇവിടെ പറയുന്നുണ്ട്: ആർട്ട് ആസ് പെർഫെക്ഷൻ ത്രൂ റൂൾസ്. നിയമങ്ങളുണ്ടെങ്കിലേ കല അതിൻ്റെ പരിപൂർണതയിലേക്ക് എത്തുകയുള്ളൂ എന്നാണ് പറയുന്നത്. ദെൻ മൂന്നാമത്തെ ഭാഗം റൊമാൻറ്റിസിസത്തിലേക്ക് പോവാം. റൊമാൻറ്റിസിസത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 18th സെഞ്ച്വറിയുടെ ഒരു തുടക്ക കാലഘട്ടമാണ്. ഇവിടുന്ന് തുടങ്ങിയിട്ട് 19ാം നൂറ്റാണ്ട് വരെ അവസാനിക്കുന്ന ഒരു മൂവ്മെൻ്റ് ആണ് റൊമാൻറ്റിസിസം എന്ന് പറയുന്നത്. ഇതൊരു നിയോ ക്ലാസിസ്റ്റുകൾക്കെതിരെയുള്ള ഒരു റിവോൾട്ടായിട്ട് തുടങ്ങിയ പ്രസ്ഥാനമാണ്. നിയോ ക്ലാസിസം എന്താണെന്ന് നമുക്കറിയാം. എല്ലാ കാര്യത്തിലും റീസണിങ് വേണം, എല്ലാ കാര്യത്തിലും റൂൾസ് വേണം എന്നൊക്കെ പറയുന്ന ആളുകളാണ്. സമയത്ത് റൊമാൻറ്റിസിസം മുന്നോട്ട് വെക്കുന്നത് ഇമേജിനേഷൻ, ഇമോഷൻ, ഇൻഡിവിജ്വലിസം, മിഡീവലിസം, സൂപ്പർ നാച്ചുറലിസം, ഫ്രീഡം, ഇത്തരം കാര്യങ്ങൾക്കാണ്. മനുഷ്യൻ്റെ ഇമാജിനേഷൻസ് സ്വതന്ത്രമായിട്ട് അഴിച്ചുവിടാൻ പറ്റുന്ന ഒരു മൂവ്മെൻ്റാണ് റൊമാൻറ്റിസിസം എന്ന് പറയുന്നത്. എത്ര വേണമെങ്കിലും നമുക്ക് ചിന്തിച്ച് കൂട്ടിയിട്ട് അതിനനുസരിച്ച് വർക്കുകൾ ഉണ്ടാക്കാൻ പറ്റും. നോവലുകളും സൂപ്പർ ഹ്യൂമൻസും ഒക്കെ അതിൻ്റെ ഉദാഹരണങ്ങളാണ്. മേജർ ഓതർ നിങ്ങൾക്ക് അറിയുന്ന ആളുകൾ തന്നെയാണ്. ഒന്ന് വേർഡ്സ്വർത്ത്, കോൾഡ്രിഡ്ജ് ഉണ്ട്, ഷെല്ലി, ബൈറൺ, കീറ്റ്സ്. ഇത്തരം ആളുകളാണ് ഇതിൻ്റെ റൊമാൻറ്റിസിസത്തിലെ ഒരു പ്രധാനപ്പെട്ട ഓതേഴ്സ് എന്ന് പറയുന്നത്. ഇവരുടെയൊക്കെ സ്പെഷ്യൽ വർക്കുകൾ ഒന്ന് മേരി ഷെല്ലിയുടെ ഫ്രാങ്കൻസ്റ്റൈൻ എന്ന് പറയുന്ന വർക്കാണ്. പിന്നെ സർ വാൾട്ടർ സ്കോട്ടിൻ്റെ ഹിസ്റ്ററിക്കൽ നോവലുണ്ട്. ഇത്രയും പോയിന്റുകൾ പഠിച്ചാൽ റൊമാൻറ്റിസിസം ഇവിടെ പൂർത്തിയാവും. വളരെ കുറഞ്ഞ പോയിന്റുകൾ മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുപാട് റിയൽ ലൈഫ് എക്സാമ്പിൾസ് ഒക്കെ കൊടുത്ത് ഇതിനെ ഇലാബറേറ്റ് ചെയ്യാവുന്നതാണ്.
ഇപ്പോൾ നാച്ചുറൽ ലവ്, ട്രക്കിംഗ് ഇൻ ദ ഹിമാലയാസ് ആൻഡ് റൈറ്റിംഗ് പോയട്രി അബൌട്ട് ദ എക്സ്പീരിയൻസ്, അതൊരു റൊമാൻറ്റിസിസമാണ്. ലിറ്ററേച്ചറിൽ വേർഡ്സ്വർത്തിൻ്റെ ഡാഫോഡിൽസ് ഉദാഹരണമായിട്ട് പറയാം. പിന്നെ പേഴ്സണൽ വ്ളോഗ്സ്, ട്രാവൽ വ്ളോഗ്സ്, ഇതെല്ലാം റൊമാൻറ്റിസിസത്തിലെ ഉദാഹരണങ്ങൾ തന്നെയാണ്. അടുത്ത ഭാഗത്തേക്ക് പോകുമ്പോൾ നാലാമതായിട്ട് ഹ്യൂമനിസം ആണ് വരുന്നത്. എന്താണ് ഹ്യൂമനിസം? ഫോക്കസ് ഓൺ ഹ്യൂമൻ ഡിഗ്നിറ്റി, റീസൺ, എത്തിക്കൽ ലിവിങ്. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ മനുഷ്യനാണ് പ്രാധാന്യമുള്ളത്. ഹ്യൂമൻ ഡിഗ്നിറ്റി, മനുഷ്യൻ്റെ ഔന്നിത്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കൂടുതൽ റീസണിങ്ങിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു മൂവ്മെൻറ്റിനെ പറയുന്ന പേരാണ് ഹ്യൂമനിസം എന്ന് പറയുന്നത്. അതായത് ഇത് പ്രധാനമായും വിശ്വസിക്കുന്നത് ഹ്യൂമൻ ഡിഗ്നിറ്റിയിലാണ്, ഹ്യൂമൻ പൊട്ടൻഷ്യലിലാണ്. മനുഷ്യനെല്ലാറ്റിനും കഴിവുണ്ട്, മനുഷ്യന് റീസണിങ്ങിനുള്ള കഴിവുണ്ട്, മനുഷ്യൻ്റെ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ മനുഷ്യൻ തന്നെ മതി, വിത്തൗട്ട് ഡിവൈൻ ഇൻ്റർവെൻഷൻ, അതായത് ദൈവത്തിൻ്റെ ഇടപെടലൊന്നും ആവശ്യമില്ല എന്നൊക്കെ വാദിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഹ്യൂമനിസം എന്ന് പറയുന്നത്. കൂടുതലായിട്ട് എഡ്യൂക്കേഷന്, എത്തിക്സിന്, റേഷനാലിറ്റിക്ക്, അതേപോലെ പേഴ്സണൽ ഗ്രോത്തിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു മൂവ്മെൻ്റാണ്. അതായത് നമുക്ക് വിദ്യാഭ്യാസവും റീസണിങ്ങും യുക്തിചിന്തയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതുകൊണ്ട് ആഹാരം കഴിക്കാം, അല്ലാതെ ദൈവത്തോട് കുറേ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് വാദിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ പേരാണ് ഹ്യൂമനിസം എന്ന് പറയുന്നത്. ലിറ്ററേച്ചറിലേക്ക് വരുമ്പോൾ ഷേക്സ്പിയറിൻ്റെ ഹാംലെറ്റ്, അത് ആ ഒരു കഥാപാത്രം ഹ്യൂമൻ നാച്ചറിനെ, അതേപോലെ ചോയ്സ്, കോൺസിക്വൻസസ്, ഇതിനെയൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് എന്നാണ്. അതായത് ഹാംലെറ്റ് എന്ന കഥാപാത്രം സാധാരണ മനുഷ്യന്മാരെ പോലെ അവൻ്റെ ചോയ്സിൽ അവൻ ചെയ്ത കാര്യങ്ങളെ കൊണ്ട് അവൻ നേരിടേണ്ടി വരുന്ന കോൺസിക്വൻസസ് ആണ് അതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇററുകളൊക്കെ മനുഷ്യൻ്റെ ചോയ്സ് തന്നെയാണ്, അതൊക്കെ സംഭവിക്കാം, അതൊക്കെ നാച്ചുറൽ ആണ് എന്നുള്ളതാണ് അതിൽ നമുക്ക് കാണിച്ചു തരുന്നത്. അതേപോലെ പുതിയ കാലത്ത് ഹ്യൂമനിസത്തിൻ്റെ ഉദാഹരണങ്ങളാണ് മനുഷ്യന്മാർ ഹ്യൂമൻ റൈറ്റ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നത്, ജെൻഡർ ഈക്വാലിറ്റിക്ക് വേണ്ടി ശബ്ദിക്കുന്നത്, ക്ലൈമറ്റ് ആക്ഷന് വേണ്ടിയിട്ട് ശബ്ദിക്കുന്നത്. ഇതൊക്കെ ഒരു മോറൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്, അല്ലാതെ റിലീജിയസ് ഡ്യൂട്ടി ആയിട്ട് ചെയ്യുന്നതല്ല എന്നൊക്കെയാണ് പറയുന്നത്. അടുത്തത് അഞ്ചാമത്തെ കാര്യം റിയലിസം ആണ്. റിയലിസം എന്ന് പറയുന്ന മൂവ്മെൻറ്റിലേക്ക് പോവാം. റിയലിസത്തിൻ്റെ ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളത് ഫെയ്ത്ത്ഫുൾ റെപ്രസെൻറ്റേഷൻ ഓഫ് റിയാലിറ്റി ഇൻ ലിറ്ററേച്ചർ. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ എവറിഡേ ലൈഫിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിക് അല്ലെങ്കിൽ ലിറ്റററി സ്റ്റൈലിനെ വിളിക്കുന്ന പേരാണ് റിയലിസം എന്ന് പറയുന്നത്. ഈ ഒരു മൂവ്മെൻറ്റിൽ നമുക്ക് ഓർഡിനറി ക്യാരക്ടേഴ്സിനെ മാത്രമേ കാണാൻ കഴിയുള്ളൂ, സൂപ്പർ ഹ്യൂമൻസിനെ കാണാൻ കഴിയില്ല, അല്ലെങ്കിൽ പഴയ എപ്പിക് കഥാപാത്രങ്ങളെ നമുക്ക് കാണാൻ കഴിയില്ല. അതേപോലെ സെറ്റിങ്സൊക്കെ റിയലിസ്റ്റിക് സെറ്റിങ്ങുകളായിരിക്കും. മനുഷ്യൻ്റെ ഇമാജിനേഷനിലുള്ള വാനലോകം അല്ലെങ്കിൽ മാജിക്കൽ വേൾഡ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമുക്ക് ഈ റിയലിസത്തിൽ കാണാൻ കഴിയില്ല. എത്തിക്കൽ ഡിലമാസ് ഉണ്ടാവാം. മിഡിൽ ലോവർ ക്ലാസ്സിലായിരിക്കും കൂടുതൽ ഫോക്കസ് ഉണ്ടാവുക. അതായത് സാധാരണ ജനങ്ങൾക്ക് പിടുത്തം കിട്ടാത്ത ഈ കൊട്ടാര ജീവിതവും പ്രഭുക്കന്മാരുടെ സ്റ്റോറിയൊന്നും അതിൽ കാണൂല. അതിൽ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തിട്ടുള്ളത് മിഡിൽ ക്ലാസ്, ലോവർ ക്ലാസ്സിൻ്റെ ഒക്കെ സ്റ്റോറികളായിരിക്കും. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ദ പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് എന്ന് പറയുന്ന ഫിലിം വേണമെങ്കിൽ ഇതിന് ഉദാഹരണമായിട്ട് പറയാം. അതൊരു സാധാരണക്കാരൻ്റെ റിയൽ സ്ട്രഗിൾസിനെ ഫോക്കസ് ചെയ്യുന്ന ഒരു ഫിലിമാണ്. ലിറ്ററേച്ചറിലാണെങ്കിൽ ജോർജ് എലിയറ്റിൻ്റെ മിഡിൽ മാർച്ചിനെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി ആറാമത്തെ മൂവ്മെൻറ്റിലേക്ക് പോവുകയാണ് നാച്ചുറലിസം. എന്താണ് നാച്ചുറലിസം? നാച്ചുറലിസം ഒറിജിനേറ്റ് ചെയ്തത് 19-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിലാണ്. ഇതിൻ്റെ ഫൗണ്ടറായിട്ട് അറിയപ്പെടുന്നത് എമിൽ സോള എന്ന് പറയുന്ന ആളാണ്. ചാൾസ് ഡാർവിൻ്റെ ഡിറ്റർമിനിസം, മെറ്റീരിയലിസം, ഇതിൽ നിന്നൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിശ്വാസം എന്ന് പറയുന്നത് ഹ്യൂമൻസ് ആർ ഷേപ്ഡ് ബൈ ഹെറിഡിറ്റി, എൻവയോൺമെൻറ്റ് ആൻഡ് സോഷ്യൽ ഫോഴ്സസ്. ഒരു മനുഷ്യൻ രൂപപ്പെടുന്നത് അവൻ്റെ ഹെറിഡിറ്റി വഴിയും അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് വഴിയും സോഷ്യൽ ഫോഴ്സ് വഴിയൊക്കെയാണ്. ഈ ഫെയ്റ്റിലൊക്കെ കൂടുതൽ വിശ്വസിക്കുന്നത്, അതായത് വിധിയിലൊക്കെ കൂടുതൽ വിശ്വസിക്കുന്ന, അതിൻ്റെ ഒരു തോട്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യന് പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്തുകൊണ്ട് കാര്യമൊന്നുമില്ല. നമ്മൾ ആരാവണമെന്ന് നമ്മൾ ഹെറിഡിറ്റി അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ്, സോഷ്യൽ ഫോഴ്സ് ഒക്കെയാണ് തീരുമാനിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മളെന്തെങ്കിലും ചെയ്തതുകൊണ്ട് ഈ ലോകം മാറണമെന്നൊന്നുമില്ല എന്ന് പറയുന്ന ഒരു പെസിമിസ്റ്റിക് കാഴ്ചപ്പാടുള്ള ഒരു മൂവ്മെൻ്റാണ് ഈ നാച്ചുറലിസം എന്ന് പറയുന്നത്. ഇതിൻ്റെ കീ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ സ്റ്റൈല് സയൻറ്റിഫിക് ഒബ്ജക്റ്റിവിറ്റി, പെസിമിസം, ഡിറ്റർമിനിസം. ഉദാഹരണമായിട്ട് നമുക്ക് സ്ലം ഡോഗ് മില്യനെയർ എന്ന് പറയുന്ന ഓസ്കാറൊക്കെ കിട്ടിയ ഫിലിം ഉണ്ടല്ലോ, അത് ഉദാഹരണമായിട്ട് പറയാം. അതല്ലെങ്കിൽ ഇന്ത്യാസ് ഡോട്ടർ എന്ന് പറയുന്ന ഡോക്യുമെൻ്ററി നമുക്ക് ഉദാഹരണമായിട്ട് പറയാം. അതൊക്കെ പറയുന്നത് ഒരു മനുഷ്യൻ്റെ സിസ്റ്റം അഥവാ കാസ്റ്റ്, റേസ്, പോവർട്ടി, ഇങ്ങനെയുള്ള സിസ്റ്റംസ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്തിട്ടുള്ളത് എന്നതിനൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്ററിയാണ് ഈ ഇന്ത്യാസ് ഡോട്ടർ എന്ന് പറയുന്നത്. അത് വേണമെങ്കിൽ ഉദാഹരണമായിട്ട് പറയാം. അതുപോലെയുള്ള മറ്റു ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തെഴുതാം. അപ്പോൾ ലിറ്റററി മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു പാഠഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. വളരെ ചുരുക്കം പോയിന്റുകൾ മാത്രമേ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. ഇതിനെ കൂടുതൽ ഇലാബറേറ്റ് ചെയ്ത് 1-2 പേജിലേക്ക് എഴുതാൻ നിങ്ങൾ പഠിക്കണം. ഓക്കെ, താങ്ക് യു.